പ്രിയപ്പെട്ട നമ്മളെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എരുമാടാണുള്ളത്. എരുമാട് കാപ്പിത്തോട്ടത്തിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് ഐശു, ഒരു മിനിറ്റ്, നീ തിരക്കാക്കല്ല, സമയമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാപ്പിത്തോട്ടത്തിലാണുള്ളത്. നമ്മൾ കർണാടകയിൽ വന്നിട്ടുണ്ട്. ഭയങ്കര നല്ല തണുത്ത കാലാവസ്ഥയാണ്. പോകണ്ട 11 മണിയായിട്ടും നല്ല കാലാവസ്ഥ ഇവിടെ. പിന്നെ ചക്കോത്തൻ താഴെ അവർ പറിക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാൻ വയ്യ. 2 മാസം കൊണ്ട് പോക്കും നമുക്ക് തോന്നുന്നു. ഈ ലെവലായിട്ടുണ്ട് ഓരോന്ന്. അതുകൊണ്ട് 2-3 മാസം കൊണ്ട് ലെവലാവും. ഇത് കുറച്ചും കൂടി വലുതാണ്ട് ഗൈസ്. ഇതാണ് ചക്കത്താമ്പുളി. പിന്നെ നമ്മളെ ഫേവറേറ്റ് സാധനമുണ്ട് കപ്പപ്പറങ്കി, അതും കൂടി കാണിക്കാം. പിന്നെ നമ്മൾ കപ്പപ്പറങ്കി കൂടി കാണിക്കാം. നല്ല വിലയിലെ സാധനമാണ്, നല്ല സാധനമാണ് കപ്പപ്പറങ്കി. ഇത് ഇഷ്ടം പോലെ കിട്ടും. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നാട്ടിൽ കൊണ്ടുപോയി ഉണക്കലാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ കപ്പപ്പറങ്കി ചില ആളുകൾ വളരെ നിസ്സാരമായിട്ട് കാണും. നാട്ടിലൊക്കെ ഇങ്ങനെ ചാടി അല്ലെങ്കിൽ ആ പറിക്കാതെ പൗത്ത് വീണ് പോയിട്ട് ഇങ്ങനെ മോശമാക്കി കളയും. പക്ഷേ ഭയങ്കര ഗുണമുള്ള സാധനമാണ് കപ്പപ്പറങ്കി. ഗൾഫിലൊക്കെ നല്ല റേറ്റിലെ സാധനമാണ്. പലരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഉമ്പൂസു. ഇതിനും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാം, ഇത് ഇങ്ങനെ കടിച്ചാൽ ഇത് ഭയങ്കര ഗുണമാണ്. ഇതിനെ കടുപ്പിക്കുന്ന സ്ഥലമുണ്ട് ചില സ്ഥലത്ത്. വയനാടൊക്കെ പോയ ചില ആളുകൾ ഇതിനെ കൊണ്ട് കടുപ്പിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ബ്ലഡ്, മോശമായ ബ്ലഡ് ഇത് എടുക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ഉമ്പൂസു അട്ട കടിക്കുന്നതാണ് എൻ്റെ മോള് പറയുന്നത്. അട്ട കടിക്കുന്നത് നല്ല ഗുണമുണ്ട്. കാക്കി ചെറുനാരങ്ങ വെളിച്ചെണ്ണ തേച്ചിട്ട് വരണം തോട്ടത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അട്ട കടിക്കും. സൂപ്പർ തോട്ടമാണ് നമ്മളെ ഉപ്പാൻ്റെ വൈഫിൻ്റെ ഉപ്പാൻ്റെ തോട്ടമാണ്. ഫുള്ള് തോട്ടം ഗൈസ്. അയച്ചൂനെ കടിക്കുന്നുണ്ട്. നമ്മളെ അയച്ചൂനെ കരയല്ല. നമ്മളെ ഇവിടുത്തെ ഏറ്റവും പുരാതനമായ കാപ്പിത്തൈ 30-35 വർഷമായി ഇത്. പക്ഷേ ഇപ്പോൾ നല്ല കാപ്പി പിടിക്കുന്നുണ്ട്, കാപ്പി കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്. നമുക്കറിയാം, ഇതിപ്പോൾ ഉണങ്ങിയിട്ട് വറാക്കുന്നെങ്കിൽ പോലും നല്ല നിരിപ്പുള്ള നല്ല വിറകിനൊക്കെ പറ്റിയ നല്ല സാധനമാണ് കാപ്പിത്തൈ. ഇനി നമുക്കുള്ളത് അടുത്തത് കുരുമുളകാണ് ഗൈസ്. അപ്പോൾ നല്ല കുരുമുളക് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ 650 ഉണ്ട് കിലോ. നാട്ടിൽ 800, 750-800 ഉണ്ട് നാട്ടിൽ. നമ്മളെ കുരുമുളക് അടിപൊളി കുരുമുളക് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മളെ വയനാടൻ പള്ളിയല്ല, മറിച്ച് നമ്മളെ എരുമാടൻ പള്ളി ഇഷ്ടം പോലെ ഫുള്ള് കുരുമുളക്. ഇതിനടുത്ത് കുമ്പളം. കാപ്പിത്തോട്ടത്തിനടുത്ത് നമ്മളെ ബാപ്പ പിന്നെ ഇതാ കുരുമുളക്. ഇതിൻ്റെ പേര് കുമ്പളം കൂടി ഉണ്ടാക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ അടുക്ക്, കാപ്പിൻ്റെ അടുക്ക് കുമ്പളം. എന്താ കൊടിയിലുണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പറിച്ചിട്ട് കൊണ്ടുപോകുന്നതന്നെ പാറപ്പള്ളിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ സൂപ്പർ സാധനം. പുളിശ്ശേരി ആക്കാം, സാമ്പാറാക്കാം. പക്ഷേ ഇത് ഏറ്റവും നല്ല തൈര് കറി ആക്കുന്നതാണ്. എന്തതിന് പറയല്? പുളിശ്ശേരി പറിക്കുന്ന തന്നെ. നമ്മ ഇത് പറിക്കുന്നുണ്ട്. നമ്മൾ അളിയനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് പറിക്കാൻ. സൂപ്പറായിട്ട് പറിക്കും അളിയൻ. അതാ കഴിഞ്ഞ് കിട്ടി. സൂപ്പർ ഉമ്പൂസ് കടിക്കുന്നുണ്ട് നമ്മളെ. ഇതാ കണ്ടോളൂ, നമ്മളെ തോട്ടത്തിൽ പറിച്ച് ശുദ്ധമായ എന്തിനു പറയല്? കുമ്പളൻ. കാന്താരി ഇന്ന് 1 കിലോ തന്നെ കൊണ്ടുവന്ന് കഴിച്ച് നമ്മൾ പറിച്ചിട്ട് വരുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് സാമ്പിളാണ്. നമ്മൾ തോട്ടത്തിൽ കയറി തുടങ്ങിയതേ ഇല്ലൂ. ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളെ അയച്ചൂട്ടിനെ ഉമ്പൂസ് കടിക്കുന്നതും കൊണ്ട്, അട്ട കടിക്കുന്നതും കൊണ്ട് ഇപ്പോൾ ബാപ്പാനെ മടി തന്നെ ആയി. രക്ഷയില്ല, കരിയാങ്ങിഞ്ഞോള്. അതുകൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് അതിനുള്ള യാത്ര.